നമസ്കാരം. ഒരു വനിതാ മന്ത്രിയെ സമരം എന്ന പേരിൽ കരിങ്കൊടിയുമായി എത്തി ശാരീരിക ആക്രമണത്തിന് എന്നവണ്ണം ദിവസങ്ങളായി പിന്തുടരുക, വീട്ടിൽ പൂട്ടുപൊട്ടിച്ച് കയറുക, മന്ത്രിയെ കിട്ടാത്തപ്പോൾ റീത്ത് വെക്കുക, ഒടുക്കം പല പരിപാടികളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് അതീവ രഹസ്യമായി റെയിൽവേ സ്റ്റേഷനിൽ ഒളിച്ചെത്തി കയ്യേറ്റം ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ വീണ ജോർജിനെതിരെ നടന്നത്. ഇത്രയും പറയുമ്പോൾ തന്നെ തെറി വിളിക്കാൻ ആയിരുന്നവരോട് ഇനി നമ്മൾ കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ കൂടി കണ്ടിട്ട് തെറി വിളിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എന്താണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത്? മന്ത്രി എത്തിയതു മുതലുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ ഉച്ച കഴിഞ്ഞ് വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. തലസ്ഥാനത്തേക്കുള്ള വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ അതാ മന്ത്രി കാറിൽ വരുന്നു. കാറിൽ നിന്നിറങ്ങി മന്ത്രി റെയിൽവേ സ്റ്റേഷന് അകത്തേക്ക് നടക്കുന്നു. മന്ത്രി അകത്തേക്ക് കയറുമ്പോൾ പുറത്ത് ഒളിച്ചിരുന്ന 2 പേർ മെല്ലെ അകത്തേക്ക് കയറാനായി പുറത്ത് റെഡിയായി വരുന്നു. അവർ 2 പേരും അകത്തേക്ക് ഒളിച്ചു നോക്കി മന്ത്രി എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുന്നു. മന്ത്രിക്ക് ചുറ്റും പോലീസുകാരുണ്ടോ? മന്ത്രി ഒറ്റപ്പെട്ട് നിൽക്കുകയാണോ? ഇതൊക്കെ ആയിരിക്കണം അവരിതാ നോക്കുന്നു. അവർ പ്രതീക്ഷിച്ച എന്തോ ഒരു അന്തരീക്ഷം അകത്ത് തയ്യാറായിട്ടില്ല. അവർ എന്തോ കാര്യത്തിനായി നിരീക്ഷിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കി കാത്തു നിൽക്കുന്നു. അകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കിയതിന് ശേഷം തൃപ്തി വരാതെ ജനലിലൂടെ നോക്കാൻ ഒരാൾ പോകുന്നു. കറുത്ത ഷർട്ടിട്ടയാൾ ജനലിലൂടെ എത്തി നോക്കുമ്പോൾ ഒപ്പമുള്ള ബാഗ് തൂക്കിയ ആളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാ അകത്ത് അവർ പ്രതീക്ഷിച്ച എന്തോ കാര്യം സംഭവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. മന്ത്രിയുടെ അടുത്ത് നിന്ന് പോലീസ് നീങ്ങിയെന്നോ മന്ത്രി ഒറ്റയ്ക്കായി എന്നോ മറ്റോ ഉറപ്പുവരുത്തുകയാണ്. അതെ, അവരുദ്ദേശിച്ച സമയമായി. ഉടൻ കറുത്ത ഷർട്ടിട്ടയാൾ കരിങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് അകത്തേ കൂടി. ബാഗ് തൂക്കിയ ആളും ഒപ്പമോടി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കരിങ്കൊടി ഉയർത്തിയ ആളെ പോലീസ് തടയാൻ ശ്രമിക്കുമ്പോൾ ബാഗ് തൂക്കിയ ആൾ അതിവേഗത്തിൽ വലത് കൈ ഉയർത്തിയും ഇടത് കൈ കൊണ്ട് ഇടിച്ചിടിച്ചും ഈ കരിങ്കൊടി ഉയർത്തിയ ആളെ മറികടന്ന് ഇടയിലൂടെ മുന്നോട്ടു പോകാൻ ആയുന്നുണ്ട്. ബാഗ് തൂക്കിയ ആൾ ലക്ഷ്യം വെക്കുന്നത് അവിടെ ഒരു വനിതാ പോലീസുകാരിക്ക് അപ്പുറത്തുള്ള മന്ത്രി വീണ ജോർജിനെ ആവണം. അങ്ങോട്ടേക്ക് കുതിക്കുന്നത് ഇത് നോക്കൂ. അയാളുടെ കുതിപ്പിനെ ഒരു വെളുത്ത ഷർട്ടിട്ടയാൾ, അത് മഫ്തിയിലുള്ള പോലീസാണോ എന്നറിയില്ല, അയാൾ തടയാൻ ശ്രമിക്കുന്നുണ്ട്. നോക്ക്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. അയാൾ മുദ്രാവാക്യത്തിന് എന്ന വ്യാജേന ഉയർത്തിയ കൈയുടെ മുട്ട് വനിതാ പോലീസുകാരിയുടെ മുഖത്തിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എവിടെയാണ് ഇടിക്കുന്നത്? ഇതേ സമയം തന്നെ ഇടത് കൈകൊണ്ട് അയാൾ കാണിക്കുന്നത് എന്താണ്? അത് ഈ ദൃശ്യത്തിൽ കാണില്ല. അവിടെ പോലീസുകാർ തടയാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അക്രമാസക്തമായുള്ള ഈ കുതിപ്പിനിടെ മന്ത്രിയെ മറച്ചു നിന്ന പോലീസുകാരെ മറികടന്ന് എത്തിയ ആൾ ശക്തമായി ഇടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അയാളുടെ കുതിപ്പ് അവിടെ പെട്ടെന്നങ്ങ് തടഞ്ഞു നിൽക്കില്ല. അതിനിടെയാണ് മന്ത്രിയുടെ ശരീരത്തിൽ ഇടിച്ചിട്ടുണ്ടാവുക. ഇത് തിരിച്ചറിഞ്ഞ പോലീസ് അയാളെ പെട്ടെന്ന് പിടിച്ചു മാറ്റുന്നു. ഒന്നുകൂടി നോക്കുക, അയാളെ പിടിച്ചു മാറ്റുന്നത് മന്ത്രിയുടെ അടുത്തുനിന്നാണ്. ഇതാ ബാഗ് തൂക്കിയ ആൾക്ക് പിന്നാലെ കറുത്ത ഷർട്ടിട്ടയാളെയും നീക്കുന്നു. ഇതേ സമയം അയാളുടെ ആക്രമണം തടഞ്ഞ് മന്ത്രിക്കും അയാൾക്കുമിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന വനിതാ പോലീസും മറ്റുള്ളവരും തിരിച്ചെത്തി നിലയുറപ്പിക്കുന്നു. സുരക്ഷിതമായി വലയം തീർക്കുന്നു. ഈ സമയത്ത് ശാരീരികമായി ആക്രമിക്കാനെത്തിയ ആ ബാഗ് തൂക്കിയ ആളോട് മന്ത്രി തർക്കിക്കുന്നുണ്ട്.
അങ്ങനെ പോലീസ് അവരെ പിടിച്ചു വെച്ചതിന് ശേഷം നിയന്ത്രണത്തിലാക്കി നിർത്തുന്നു. അപ്പോഴും അവർ മന്ത്രിക്കെതിരെ ആക്രോശിച്ച് പോലീസിനോട് മല്ലിട്ട് നിൽക്കുന്നുണ്ട്. പിന്നാലെ പോലീസ് അവരെ പിടിച്ച് മന്ത്രിയുടെ അടുത്തുനിന്ന് മാറ്റുന്നു. അത് കഴിഞ്ഞ് നേരെ സ്റ്റേഷന് പുറത്തേക്ക്, അവിടെ പോലീസ് ജീപ്പിലേക്ക് അവരെ കയറ്റാൻ കൊണ്ടുപോകുന്നു. ഈ സമയം പ്ലാറ്റ്ഫോമിലേക്ക് പോയ മന്ത്രിക്ക് നേരത്തെ ഇടിച്ചതിന്റെ തുടർച്ചയായി കഴുത്ത് വേദന അനുഭവപ്പെടുന്നു. അവരവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു. കഴുത്ത് വേദനിക്കും വിധം ഇടിക്കാനുള്ള സാധ്യതയാണ് നേരത്തെ നമ്മൾ കണ്ട അക്രമാസക്തമായി അയാൾ ബാഗ് തൂക്കിയാൾ ഓടി വന്നപ്പോൾ ഉണ്ടായത്. അതൊന്നുകൂടി നോക്കാം. ഇതാണ് സംഭവിച്ചത്. ആ ബാഗ് തൂക്കിയ ആൾ കൃത്യമായി ലക്ഷ്യം വെച്ച ഇടത്തേക്ക് ഓടിയെത്തിയപ്പോൾ ആഞ്ഞിട്ടിച്ചിരിക്കണം. അതിനിടെ വീണ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളും ഉണ്ടായി. എനിക്കിപ്പോ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോ എനിക്ക് കഴുത്താനക്കാനും അത് 2 വിഭാഗക്കാർ വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അങ്ങനെ വേദന കൂടി വന്ന ഘട്ടത്തിൽ മന്ത്രി യാത്ര റദ്ദാക്കി ആശുപത്രിയിലേക്ക്. ഇതേസമയം തലസ്ഥാനത്തേക്കുള്ള യാത്രയ്ക്കായി എത്തിയ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ അവിടെ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക, ഞങ്ങൾക്ക് പ്രതിഷേധിച്ചു. പക്ഷേ കയ്യേറ്റം ചെയ്യുന്ന ശരിയല്ലല്ലോ ജനാധിപത്യം. സമരക്കാരനെ ആക്രമിച്ചു, പിന്നെ ആക്രമിക്കാൻ. ഇപ്പൊ സമരക്കാര് കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അതിപ്പോ ഏതാണ്ട് അങ്ങനെ തന്നെ കാണുന്നത്. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിന്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ രീതിയിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത് അപലപിക്കപ്പെടേണ്ടതാണ്. ഇതാണ് അവിടെ നടന്നത്. ഇനി അവരുടെ യഥാർത്ഥ ഹീറോ രാഹുൽ മാങ്കൂട്ടം മുതൽ അലോഷ്യസ് സേവ്യറും VD സതീശനും വരെ മന്ത്രിയുടെ അഭിനയത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഘോരഘോരം കുറിപ്പിട്ട് തടി രക്ഷപ്പെടുത്താൻ നോക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്താണ് ഈ പ്രതിപക്ഷത്തിന് പറ്റിയത്? ഭരണത്തിലെത്തിയാൽ കാണുന്നതിൻ്റെ സാമ്പിളാണോ കുറച്ചു നാളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണോ ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അവർ കുട്ടികളെ പറഞ്ഞയച്ച് ചെയ്യിച്ച കാര്യം എത്തിച്ചത്? പുതിയുഗ യാത്ര തീരുമ്പോഴേക്കും ഇനിയും എന്തെല്ലാം കാണിച്ചു കൂട്ടുമായിരിക്കും? കാത്തിരുന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.